ഇന്ന് തല്ലി, നാളെയും തല്ലും. അതിനുശേഷമുള്ള ദിവസങ്ങളും ഞങ്ങളുടെ അപ്പ ഞങ്ങളെ തല്ലും, എന്നെയും റാൽഫിനെയും. അതിന് കുറേ കാരണങ്ങൾ അപ്പയുടെ ഭാഗത്തുണ്ടാവാം. പക്ഷേ ഞങ്ങളെല്ലാം സഹിക്കണം. എന്തിനിത്ര വെറുപ്പെന്ന് പോലും അറിയാതെ. എവിടെയോ കേട്ടിട്ടുണ്ട്, നമ്മുടെ വിഷമങ്ങൾ ആരുടെയും പറഞ്ഞാലോ എവിടെയും എഴുതി കുറിച്ചാലോ ഒരു പാതി സങ്കടം കുറയുമെന്ന്. ഏതായാലും ഞങ്ങൾക്ക് ക്ലോസായി ഷെയർ ചെയ്യാൻ ആരുമില്ല. എന്നാൽ പിന്നെ ഈ ഡയറി എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരനാവട്ടെ, എല്ലാം ഷെയർ ചെയ്യും. ആൽബിൻ, ആൽബിൻ, എന്താപ്പാ? നിനക്കെന്താ വിളി കേട്ടാല്? അവിടെ ചായ ഉണ്ടാക്കുമായിരുന്നു. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ആ തോർത്തെങ്കിടുക. ഇടപെട്ടാതെ ആ കിടക്കുന്നടാ. ആ എൻ്റെ ഡ്രസ്സും കൂടി തേച്ച് വെച്ചാൽ കേട്ടോ. ശരിയപ്പാ. അപ്പാ ചായ. ഞാൻ ഈ സമയത്ത് ജിമ്മിൽ പോകുന്നെന്ന് നിനക്കറിയില്ലേ? നീ ആ കറക്റ്റ് സമയത്ത് ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വേല ഇറക്കല്ലേ ആൽബി. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കി വെച്ചാൽ മതി. ആപ്പാ. പിന്നെ അറിയാലോ, ഒരുത്തനുമായി സംസാരിക്കുകയോ വെളിയിലിറങ്ങിയോ ആരും ഈ പരിസരത്ത് പോലും കണ്ടുപോകല്ലോ. കണ്ടാൽ അറിയാലോ. പിന്നെ രാത്രിയിലേക്കുള്ള ചോറ് ശരിയാക്കി വെച്ചേക്കണം. എന്നാ ശരി. എടാ, കുറച്ച് വെള്ളം തരാമോ? താങ്ക്സ്. എന്താ നിൻ്റെ പേര്? ആൽബിൻ. ആൽബിൻ. എൻ്റെ പേര് കിരൺ. ഞാൻ ഇവിടെ കളിക്കുന്നുണ്ട്. നീ വരുന്നുണ്ടോ കളിക്കാൻ? ആൽബിൻ, ഇവിടെ വന്നേ. റാൽഫി എഴുന്നേറ്റേ. ആരാ പോയ ചെക്കൻ? ഏത് ചെക്കൻ? അറിയില്ലേ? റാൽഫി വന്നേ.
നിനക്കറിയത്തില്ലല്ലേ? അപ്പാ അപ്പാ വിടപ്പാ, വേദനിക്കുന്നപ്പാ. പ്ലീസ് അപ്പാ, അവനെന്ത് ചെയ്തിട്ടാ? നിന്നോടല്ലേ പറഞ്ഞ ഇവിടെ ആരും കേറ്റില്ലെന്ന്? ആ, അവനെ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, വെള്ളം ചോദിച്ചു വന്നതാ. നിർത്തപ്പാ. ഞാൻ വിശ്വസിക്കണോ അല്ലേ? അപ്പാ ഇല്ല അപ്പാ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കാല് പിടിക്കാം പ്ലീസ്, അവനൊന്നു വിട്. ആ, എന്നാ അത് ആദ്യം പറഞ്ഞാ പോരായിരുന്നു? കണ്ടില്ലേ, എല്ലാത്തിനും ചീത്ത പറയാം, ഉപദ്രവിക്കാം. അമ്മ ഉള്ളപ്പോൾ എങ്ങനെയൊന്നും ആയിരുന്നില്ല. എടാ ഒരൊറ്റ മിനിറ്റ് ഫുഡ് ഒന്ന് നോക്കട്ടെ. ഇപ്പൊ എന്താ അമ്മ ഇത്രയും ഇമ്പോർട്ടൻസ് ഫീലാണോ പോണേ? എന്താടാ പറ്റിയേ? പൃഥ്വിരാജ കൊല്ലാൻ പോണേന്ന് തോന്നണേ. ഏറ്റവും വലിയ ബഹുമതിയും വാങ്ങി നിൽക്കും. എനിക്കതിനായി എന്നെ പോലൊരു ബിലോ ആവറേജ് ഓഫീസർ എടാ പെട്ടെന്ന് വാടാ. എങ്ങോട്ടാ മൂന്ന് പേരും കൂടെ? മോഹൻലാലിന്റെ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഏതാടാ? ദൃശ്യം. സസ്പെൻസ് മൂവിയാണെന്നാ കേട്ടത്. മൈക്കിൾ വന്നാൽ പോകാൻ പറ്റില്ല, അറിയാലോ. അതിനു മുമ്പ് ഇവരെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് കരുതി. എന്നാ പെട്ടെന്ന് പോയിക്കോ, സമയം കളയണ്ട. ആ ശരി എന്നാ. ശരിക്കും അമ്മ ഇതൊന്നും കാണാനില്ലാത്തായിരുന്നല്ലോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സഹിക്കില്ലായിരുന്നു. നിന്നെ ഒന്നും ഇഷ്ടം കൊണ്ടല്ല കാശ് കൊടുത്ത് പഠിപ്പിക്കുന്നത്, എന്നിട്ടും നിനക്ക് പഠിക്കാൻ വയ്യല്ലേ? അമ്മ പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം പറഞ്ഞ എന്താണെന്നറിയോ? നീയൊന്നും ഒരിക്കലും എൻ്റെ കൂടെ ഉണ്ടാവില്ലെന്ന്. ഓർമ്മയുണ്ടാടാ? ഇപ്പോൾ കൗണ്ട് എത്രയാണെന്ന് അറിയുമോ? 4. എത്ര ശതമാനം മാർക്കാ? 60. 2 റൗണ്ട് കൂടിയുണ്ട്. എൻ്റെ കൂടെ എത്ര കാലം ഉണ്ടോ അത്രയും കാലം നിങ്ങളെ ഞാൻ ദ്രോഹിക്കും. അതെൻ്റെ സന്തോഷമാണ്, അതെൻ്റെ ഒരു ഹരവാ. ചേട്ടാ
എന്തിനാണ് ദൈവം ഞങ്ങളിങ്ങനെ പരീക്ഷിക്കണേ? എന്ത് തെറ്റാണോ ചെയ്തത്? എന്തിനാണ് അപ്പം ഇങ്ങനെ ഞങ്ങളോട് പിള്ളേർക്ക് ചെയ്യുന്നത്? വേണ്ടി മാത്രമാണോ നിങ്ങളുടെ കൂടെ ഞാനിങ്ങനെ നിൽക്കണത്? എടോ കൂടുതൽ ചിരിക്കല്ലേ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. പിള്ളേരെ കൊണ്ട് പോകണമെന്ന് നീ വിചാരിക്കേ വേണ്ട. അല്ലെങ്കിൽ പിള്ളേർ എൻ്റെ കൂടെ തന്നെ വരുള്ളൂ. ഒരാൾ നിങ്ങളോട് നിൽക്കും നിങ്ങൾ വിചാരിക്കണ്ടേ? എല്ലാവർക്കും നിങ്ങൾ വെറുപ്പാടോ മനുഷ്യ? ആദ്യം നിങ്ങൾക്ക് എന്നെ മടുത്തു, പിന്നെ അത് ഫ്രസ്ട്രേഷനായി, ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പാണ്. പിള്ളേർ എൻ്റെ കൂടെ വരുള്ളൂ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കൂടെ കിടക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ ആരുടെയെങ്കിലും കൂടെ പോയി നിങ്ങൾക്ക് നിന്നൂടെ? നീ അതിര് കിടക്കുന്നു. എന്തതിര്? ഈ സത്യം എല്ലാവർക്കും അറിയാം. മേരി നിർത്ത്. ഇല്ല, ഞാൻ നിർത്തില്ല. അമ്മ, നിനക്കും ഇങ്ങനെ കിടക്കണോ? നിനക്ക് ഈ അവസ്ഥ വേണ്ടാൽ മിണ്ടാതിരുന്നോണം. ഇതെങ്ങാനും വെളിയിൽ അറിഞ്ഞാലുണ്ടല്ലോ, അറിയാലോ. ഹലോ, എനിക്ക് ഓർക്കാൻ ആഗ്രഹമില്ലാത്ത ദിവസമായിരുന്നു അന്ന്. അപ്പം എന്നിട്ട് അപ്പയുടെ ഒരു പോലീസ് ഫ്രണ്ടിനെ ഉപയോഗിച്ച് എല്ലാം ഒതുക്കി. എന്തുകൊണ്ടാണ് എന്നെ ഫയർ ചെയ്യുന്നത്? ഐ വാണ്ട് ടു നോ ദി എക്സാക്ട് റീസൺ. എന്ത് അൺപ്രൊഫഷണൽ കോണ്ടാക്ട്? ക്യാൻ യു എക്സ്പ്ലെയിൻ? എന്ത് ആറ്റിറ്റ്യൂഡ്, എന്ത് ടെമ്പർ? ഹലോ, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഹലോ ഹലോ. അന്നാണ് മനസ്സിലായത് എന്ത് ദുഷ്ടനാണ് അയാൾ. എല്ലാം ഒതുക്കാൻ ഏതറ്റം വരെ വേണേലും അയാൾ പോകും. ഇന്ന് ഞങ്ങൾക്ക് ഈ ലോകത്തുണ്ടായ ഏക സന്തോഷവും പോയി. ഞാൻ ഈ വീക്കെൻഡ് ട്രിവാൻഡ്രം വരെ പോവുകയാണ്. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഇതും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാനൊന്നും നോക്കണ്ട. ഞാൻ എല്ലാ കാര്യം മനീഷിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാ സാധനവും വീട്ടുമുറ്റത്ത് എത്തിക്കും. എന്താടാ, എല്ലാം പോയി. ആ ഒരു പേപ്പർ കാണാൻ ആർക്കും തന്നെ വേണ്ട. ഒരുത്തരും എന്നെ എടുക്കില്ല. എന്താണ് റാൽഫി ഇത്? ഒരുത്തനും ഒരു മനസ്സമാനം തരരുത്. അച്ഛാ, വെള്ളം കുടിച്ച പറയാതെ കഴിഞ്ഞതാ. ഓരോന്നും പറയുന്നതിന് ഓരോ തൊലിഞ്ഞ കാരണങ്ങളുണ്ടാവും. നശിച്ച ജന്മങ്ങൾ എല്ലാം പെറുക്കിയെടുത്തോണം. എനിക്ക് അങ്ങനെ ആളൊന്നും എടുക്കുമത്. ഒരു സ്വസ്ഥതയില്ലാത്ത വീട്. അമ്മ എന്താ പറഞ്ഞെന്നറിയോ? എന്റെ കൂടെ ആരും ഉണ്ടാവുന്നില്ലെന്ന്. അന്നേ നിങ്ങളെ തീർക്കേണ്ടതായിരുന്നു. അത്രയ്ക്കും വെറുപ്പാ. മതിയായി. അത് പിന്നെ ആരാ?
മതി മതി, ഇനി പറ്റൂല, ഇവിടെ തീരണമല്ലോ. ഹലോ, മനുഷ്യേട്ടനല്ലേ? അല്ല, അപ്പം പോയി. അപ്പം ഞങ്ങൾ ഈ വീക്കെൻഡ് അങ്ങോട്ട് പോകും. അപ്പൊക്കെ അവിടെ അക്കിയറ സൊല്യൂഷൻസ് ജോലി ശരിയായെന്നാ പറഞ്ഞത്. എടാ മണ്ണിടങ്ങി എടുത്ത്. അല്ലടാ, ഇൻഫോസ് അല്ല, അക്കിയറ എന്നാ അപ്പം ഞങ്ങളോട് പറഞ്ഞേ. ഏതായാലും ഈ വീട് കൊടുക്കണല്ല, എപ്പോഴെങ്കിലും തിരിച്ചു വരാനുള്ളതല്ലേ. അപ്പം ശരി ചേട്ടാ. ഇനിയൊരു തിരിഞ്ഞുനോട്ടുമില്ല. ദൃശ്യത്തിലെ ജോർജ് കുട്ടി കുടുംബത്തെ സംരക്ഷിച്ച പോലെ എന്നെ എൻ്റെ അനിയനെ ആരും തേടി വരാത്ത രീതിയിൽ എല്ലാ തെളിവുകളും അടക്കണം. ഇത് നീ കയ്യിൽ വെക്കണം. എപ്പോഴെങ്കിലും നിനക്കിത് ആവശ്യം വരും. അത്യാവശ്യം കുറച്ച് പൈസയുണ്ട്. അമ്മ, എന്തിന് ഇത്രയും? നിനക്ക് ആവശ്യം വരും. ആരും കാണാത്തടത്ത് വേണം നീ ഇത് വെക്കാൻ. ഒരിക്കലും നിന്റെ അച്ഛനെ ഇത് അറിയരുത്. ട്രെയിൻ ടിക്കറ്റിനുള്ള കാശ. ഇനി എന്നാ തിരിച്ചു വരുന്നേ? അറിയില്ല ഏട്ടാ, ഇനി എന്നാലും കാണാമല്ലോ. ശരി എന്നാ. ഇനിയുള്ള കാലം റാൽഫിന് ഞാനും എനിക്ക് അവന് മാത്രമുള്ളെന്ന് മനസ്സിലാക്കിയുള്ള യാത്രയാണത്. അവനും അറിയാം, എനിക്കും അറിയാം, ഇനിയുള്ള കാലം അത്ര സുഖകരമല്ലായിരിക്കും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഈ കഴിഞ്ഞ മാസത്തേക്കാളും നന്നായിരിക്കുമെന്ന്. ഇനി ജീവിതത്തിലുള്ള എല്ലാ നിമിഷവും പേടിക്കേണ്ടതാണെന്നും എല്ലാം തരണം ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടെ ഉള്ള യാത്രയാണത്. ഇവിടെ വരെല്ലാം പ്ലാൻ പ്രകാരം പോയി. ഇനി തിരുവനന്തപുരത്ത് നിന്ന് എങ്ങോട്ട്? ആ ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. ഇനി ആരും ഞങ്ങളെ അന്വേഷിച്ച് വരാത്ത രീതിയിലുള്ള പോക്കായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു എപ്പിസോഡ് ഞാൻ കാണിച്ചില്ലേ? ശരിക്കും എല്ലാവരും പറയണത് ശരിയാ, ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമാണ്. പക്ഷെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ആരും അറിയണ്ട. എടാ, നിനക്ക് വിഷമമൊന്നുമില്ലല്ലേ? പഠിത്തമൊന്നും മുടങ്ങൂല, എല്ലാം നമുക്ക് ശരിയാക്കാം. നിനക്കെന്നെ വിശ്വാസമില്ലേ?